1000 കാൽ മണ്ഡപം മുറിച്ചു കടന്ന ശേഷം പിന്നെ അവർ ചെന്നെത്തിയത് അതിസുന്ദരമായ ഒരു സൗധത്തിൻ്റെ താഴത്തെ നിലയിലാണ്. വളരെ ഉജ്ജ്വലമായി ജ്വലിക്കുന്ന ഒരു വലിയ ശരറാന്തൽ അവിടെ മുഴുവൻ പ്രകാശം പരത്തിയിരുന്നു. ആ മുറിക്ക് ചുറ്റും വേറെയും അനവധി കൊച്ചു റാന്തൽ വിളക്കുകൾ കത്തുന്നുണ്ടായിരുന്നു. മിന്നുന്ന കമ്പളം വിരിച്ച തറയിൽ മധ്യത്തിലായി ചുമരിനോട് ചേർന്ന് ഒരു പഞ്ചലോഹ കട്ടിൽ കാണുന്നുണ്ടായിരുന്നു. കട്ടിലിന് ചുറ്റുമായി അനവധി ദാസിമാർ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. വിക്രമാദിത്യനും ഭട്ടിയും ശബ്ദമുണ്ടാക്കാതെ മുറിക്കകത്തു കയറി കട്ടിലിനടുത്തെത്തി. കട്ടിലിൻ്റെ തലയും കാൽഭാഗവും തിരിച്ചറിയുന്നതിനായി അവർ കട്ടിൽ പരിശോധിച്ചു. ഭട്ടി കരുതി വച്ചിരുന്ന ഒരു ചെറുനാരങ്ങ കട്ടിലിൻ്റെ നടുവിൽ വെച്ചു. അതൊരു വശത്തേക്ക് ഉരുണ്ടു. നാരങ്ങ ഉരുണ്ടെത്തിയ ഭാഗം കാൽഭാഗമാണെന്ന് വിക്രമാദിത്യന് മനസ്സിലായി. അതനുസരിച്ച് അദ്ദേഹം കട്ടിലിൽ ശരിയായി തന്നെ നീണ്ടു നിവർന്ന് കിടന്നു. ഉറങ്ങുന്ന ദാസിമാരുടെ മുടി ഭട്ടി അന്യോന്യം കൂട്ടിക്കെട്ടിയിട്ടു. എന്നിട്ട് ആദ്യത്തെ വരിയിൽ ആദ്യം കിടക്കുന്നവളെ ഒരു നുള്ളു വെച്ചു കൊടുത്തു. അവൾ ഞെട്ടിയുണർന്നു. അവൾ എണീറ്റു കഴിഞ്ഞപ്പോൾ അടുത്തുള്ളവൾ പറഞ്ഞു, "ആരാണ് എൻ്റെ മുടി പിടിച്ചു വലിക്കുന്നത്?" "നീയാണ് എൻ്റെ മുടി വലിക്കുന്നത്." പിന്നെ അവിടെ ദാസിമാരുടെ ഒരു വലിയ ബഹളമായിരുന്നു. ഒടുവിൽ മുടിക്കെട്ടെല്ലാം അഴിച്ചു തീർന്നപ്പോൾ അവർ കണ്ടു, കട്ടിലിൽ ഒരു സുന്ദരൻ കിടക്കുന്നു. ദാസികളിൽ ഒരാൾ ഓടിപ്പോയി പേശാമടന്തയുടെ അമ്മ റാണിയെ വിവരമറിയിച്ചു. അവർ ഉടനെ തന്നെ മകളുടെ മുറിയിലെത്തി. മകളോട് പറഞ്ഞു, "മകളെ, ആരോ നമ്മുടെ അന്തഃപുരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു." "ഒരിക്കലും ഉണ്ടാവില്ല. ഇത്രയും തടസ്സങ്ങളെ മറികടന്ന് ആർക്കിവിടെ എത്താൻ കഴിയുമമ്മേ?" പേശാമടന്ത സംശയമന്യേ പറഞ്ഞു. "എന്നാൽ കാര്യം സത്യമായിരിക്കുന്നു. ഇനി എന്തു ചെയ്യും?" "അമ്മ വിഷമിക്കാതിരിക്കൂ. അയാൾ എത്രയും വലിയ വീരനാവട്ടെ, ഇനിയുള്ള പരീക്ഷകളിൽ അയാൾ ജയിക്കാൻ പോകുന്നില്ല. നമുക്ക് നമ്മുടെ ദാസി ദീപനായികയെ വേഷം കെട്ടിച്ച് വിടാം. ഞാനാണെന്ന് ധരിച്ച് അയാൾ അവളെ കെട്ടിക്കൊണ്ടു പോയിക്കൊള്ളും. അതാണ് നമ്മുടെ പുതിയ പദ്ധതി." മകൾ അമ്മയെ പദ്ധതി കേൾപ്പിച്ചു. പിന്നെ ഒരു പരിഹാസ ചിരി ചിരിച്ചു. കാത്തിരുന്നു മുഷിഞ്ഞ വിക്രമാദിത്യൻ്റെ അടുക്കലേക്ക് ഒരു സംഘം തോഴിമാരുമൊത്ത് ഒരു സുന്ദരി കത്തിച്ച വിളക്കും പിടിച്ചുകൊണ്ടുവന്നു. അവളുടെ മുഖത്ത് പിരിമുറുക്കം കാണാനുണ്ടായിരുന്നു. "ഇവൾ പേശാമടന്ത ആണോ?" വിക്രമാദിത്യൻ ഭട്ടിയോട് ചോദിച്ചു. "നമുക്ക് വേതാളത്തെ കൊണ്ട് ആ വിളക്കിലെ തിരി താഴ്ത്താം. അവൾ അപ്പോൾ തന്നെ ആ തിരി നീട്ടും. കയ്യിൽ പറ്റിയ എണ്ണ തുടയ്ക്കുവാൻ തുവാല ആവശ്യപ്പെടുകയാണെങ്കിൽ അത് രാജകുമാരി തന്നെ." ഭട്ടി പറഞ്ഞു. പറഞ്ഞതുപോലെ അദൃശ്യതയിലുള്ള വേതാളം ആ തിരി അല്പം താഴ്ത്തി. വിളക്കിൻ്റെ വെളിച്ചം മങ്ങിയപ്പോൾ അവൾ തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് തിരി അല്പം നീട്ടിവെച്ചു. പിന്നെ എണ്ണ പറ്റിയ വിരൽ സ്വന്തം തലയിൽ തുടച്ചു. ഇതോടെ വിക്രമാദിത്യന് മനസ്സിലായി, ഇവൾ ദാസി തന്നെ. അരികിലെത്തിയ ദീപനായികയോട് വിക്രമാദിത്യൻ മെല്ലെ ചോദിച്ചു, "പറയൂ സുന്ദരി, നിന്റെ യജമാനത്തി എവിടെ?" ഇതു കേട്ടതോടെ അവളുടെ മുഖം വിളറി. അവൾ വിളക്ക് താഴെ വെച്ച ശേഷം തിരിഞ്ഞ് ഒരോട്ടം വെച്ചു കൊടുത്തു. ഇത് കണ്ടതോടെ രസരഞ്ജിനി എന്നു പേരുള്ള പേശാമടന്തയുടെ അമ്മയ്ക്ക് വേവലാതിയായി. അവർ പറഞ്ഞു, "നമ്മുടെ പദ്ധതി പരാജയമായല്ലോ മകളെ. അയാൾ ആളൊരു കേമനാണെന്ന് തോന്നുന്നു." "ഒന്നുമല്ലമ്മേ. നമുക്ക് സുന്ദരിയായ മഞ്ജീരയെ പട്ടുസാരിയും ആഭരണങ്ങളും അണിയിപ്പിച്ച് പറഞ്ഞയക്കാം. അവൾക്കാണെങ്കിൽ എന്നെപ്പോലെ തന്നെ ഒരെടുപ്പുണ്ട്. തീർച്ചയായും അയാൾ അവളെ കണ്ട് ഭ്രമിക്കാതിരിക്കില്ല." പേശാമടന്ത പറഞ്ഞു. അങ്ങനെ ദശപുഷ്പത്താലത്തിൽ നെയ്നിറച്ച സ്വർണ്ണപാത്രവുമായി ഒരു അപ്സരാംഗിയെപ്പോലെ ഒരുക്കി തീർത്ത മഞ്ജീര വിക്രമാദിത്യൻ്റെ അടുക്കലേക്ക് മെല്ലെ മെല്ലെ നടന്നു നീങ്ങി. അവളുടെ പട്ടുസാരിയിലെ തങ്ക കസവിഴകളും അണിഞ്ഞ ആഭരണങ്ങളും ശരറാന്തൽ വെട്ടത്തിൽ മിന്നിത്തിളങ്ങി. അദൃശ്യതയിൽ നിൽക്കുന്ന വേതാളം വിക്രമാദിത്യനോട് പറഞ്ഞു, "ഞാൻ ആ നെയ്പാത്രം താലത്തിൽ മറിച്ചിടാം. അത് യഥാർത്ഥത്തിൽ പേശാമടന്തയാണെങ്കിൽ വേറെ നെയ്പാത്രം കൊണ്ടുവരാൻ ആവശ്യപ്പെടും. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം." വിക്രമാദിത്യൻ്റെ അടുക്കലേക്ക് മന്ദമന്ദം നടന്നടുത്ത മഞ്ജീരയുടെ കൈകൾ ഒന്നിളകി. താലത്തിലുണ്ടായിരുന്ന നെയ്പാത്രം കമിഴ്ന്നു വീണു. അവൾ പരിഭ്രമിച്ചു. ഉടനെ തന്നെ അവൾ ആ കൈവിരൽ കൊണ്ട് താലത്തിൽ വീണ നെയ്യ് കോരിയെടുത്ത് പാത്രത്തിലേക്കിടാൻ തുടങ്ങി. ഇത് കണ്ട് വിക്രമാദിത്യൻ ചോദിച്ചു, "അല്ലയോ തോഴി, നിന്റെ യജമാനത്തി എന്തിനാണിങ്ങനെ വൈകിക്കുന്നത്? ഞാനിവിടെ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് എത്ര നേരമായിരിക്കുന്നു? കാത്തിരുന്ന് മുഷിഞ്ഞ വിവരം അവളെ ഉണർത്തിക്കൂ." തൻ്റെ കള്ളത്തരം പൊളിഞ്ഞതറിഞ്ഞ് മഞ്ജീരയും വേഗത്തിൽ അവിടെ നിന്നും മടങ്ങിപ്പോയി. പേശാമടന്ത ചിന്തയിലാണ്ടു. ഈ 10 തടസ്സങ്ങളെയും മറികടന്നെത്തിയ ഈ വിദ്വാൻ ചില്ലറക്കാരനല്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ വിഷമം കണ്ട് രസരഞ്ജിനി പറഞ്ഞു, "സാരമില്ല മകളെ, ഇനിയുമുണ്ടല്ലോ ഒരു പന്തയം ബാക്കി. നിന്നെക്കൊണ്ട് 3 പ്രാവശ്യം സംസാരിപ്പിക്കണമല്ലോ. എങ്കിലല്ലേ മത്സരങ്ങൾ പൂർത്തിയാവൂ. എന്തു വന്നാലും നീ മിണ്ടാതിരിക്കണം. കുറേ കഴിയുമ്പോൾ അയാൾ തിരികെ പോയിക്കൊള്ളും." അങ്ങനെ തന്നെ എന്ന് പേശാമടന്തയും തീരുമാനിച്ചു. ഒരു സംഘം തോഴിമാർ വന്ന് ആ മുറിയിൽ ഒരു തിരശീല വലിച്ചു കെട്ടി. ഇത് കണ്ട് വിക്രമാദിത്യൻ ചോദിച്ചു, "ഇതെന്തിനാണ് ഒരു യവനിക?
ഇതിൻ്റെ ആവശ്യമെന്താണ്? അതിലൊരു തോഴി പറഞ്ഞു, ഈ തിരശ്ശീലയ്ക്കപ്പുറത്ത് രാജകുമാരി ഇരിക്കും. നേരിട്ട് കാണാൻ ഇപ്പോൾ സാധ്യമല്ല. തിരശ്ശീല കെട്ടിക്കഴിഞ്ഞതിന് ശേഷം പേശാമടന്തയോടൊപ്പം അമ്മയായ രസരഞ്ജിനിയും കൂടെ അപ്പുറത്ത് വന്നിരുന്നു. ഇപ്പുറത്ത് വിക്രമാദിത്യനും. കുറേയേറെ ബുദ്ധിമുട്ടിയാണ് അങ്ങ് ഇവിടെ എത്തിയിട്ടുള്ളതെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നേരം വെളുക്കുന്നതിന് മുമ്പ് 3 പ്രാവശ്യം എൻ്റെ മകളായ പേശാമടന്തയെ കൊണ്ട് സംസാരിപ്പിക്കണം എന്ന ഒരു നിബന്ധന കൂടി ബാക്കിയുണ്ട്, രസരഞ്ജിനി പറഞ്ഞു. വിക്രമാദിത്യൻ മെല്ലെ തിരശ്ശീലയുടെ അപ്പുറത്തിരിക്കുന്ന പേശാമടന്തയോട് സംസാരിക്കാൻ ആരംഭിച്ചു. അല്ലയോ കുമാരി, എത്ര കഷ്ടപ്പാടുകൾ തരണം ചെയ്താണ് ഞാൻ നിന്നെ കാണാൻ എത്തിയിരിക്കുന്നത്. എന്നിട്ടും നിന്റെ മുഖമൊന്ന് കാണിക്കാതെ, ഒന്ന് പുഞ്ചിരിക്കാതെ, ഒരു ഉപചാരവാക്കെങ്കിലും പറയാതെ നീ എന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയാണല്ലോ. വല്ലാത്ത കഷ്ടം തന്നെ. രാജകുമാരി മൗനത്തിൽ തന്നെയായിരുന്നു. അത്ര പെട്ടെന്ന് വഴങ്ങുന്നവളല്ലെന്ന് വിക്രമാദിത്യന് മനസ്സിലായി. അദ്ദേഹം വേതാളത്തോട് തിരശ്ശീലയിലേക്ക് കയറാൻ ആവശ്യപ്പെട്ടു. വേതാളം ഉടനെ തന്നെ തിരശ്ശീലയിൽ ലയിച്ചു ചേർന്നു. വിക്രമാദിത്യൻ തിരശ്ശീലയോട് സംസാരിക്കാൻ ആരംഭിച്ചു. അല്ലയോ യവനികെ, ഇവിടെ എനിക്ക് ഏറെ പ്രിയപ്പെട്ടവൾ എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് നീയെങ്കിലും എന്തെങ്കിലും പറയൂ. ഞാനൊരു തിരശ്ശീലയാണ്, മനുഷ്യരോട് സംസാരിക്കാറില്ല. എങ്കിലും അങ്ങയുടെ മഹത്വം കണ്ടുകൊണ്ട് എനിക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങയോട് എന്തെങ്കിലും സംസാരിക്കാൻ തയ്യാറാണ്, തിരശ്ശീല പറഞ്ഞു. പറയൂ തിരശ്ശീലേ, നീ എങ്ങനെ ഇവിടെ എത്തി? അതൊരു നീണ്ട കഥയാണ്. ഞാനൊരു വിത്തായിരുന്നു. എന്നെപ്പോലെ അനേകം വിത്തുകൾ ഒരുമിച്ച് കൂട്ടി ഗ്രാമത്തിലെ ശംഭു എന്ന കർഷകൻ മണ്ണിൽ വിളയിറക്കി. ഞങ്ങൾ മുളച്ചു. ശംഭു ഞങ്ങളെ പരിപാലിച്ചു. ഞങ്ങൾ പൂത്തു, കായ്കളുണ്ടായി. അതിൽ നിറയെ പഞ്ഞിയും. പാകമായപ്പോൾ ശംഭു ഞങ്ങളെ എല്ലാം പറിച്ചെടുത്ത് ഉള്ളിലെ പഞ്ഞി പിഴുതുമാറ്റി. പിന്നെ അവയെല്ലാം കൂടി കുറേ സ്ത്രീകളുടെ കയ്യിൽ കൊടുത്തു. അവർ ഞങ്ങളെ നൂലാക്കി മാറ്റി. ഒരു സംഘം നെയ്ത്തുകാർ വന്ന് ആ നൂല് വാങ്ങിക്കൊണ്ടുപോയി നെയ്ത് തുണിയാക്കി. വേറൊരു സംഘം ഞങ്ങൾക്ക് നിറങ്ങൾ തന്നു. വ്യാപാരികൾ ഞങ്ങളെ വാങ്ങിച്ചു കൊണ്ടുപോയി ആവശ്യക്കാർക്ക് വിൽക്കുവാൻ ആരംഭിച്ചു. പേശാമടന്തയുടെ സഖിമാരാണ് എന്നെ ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവന്നത്. എന്നിട്ട് ഒരു തയ്യൽക്കാരനെ ഏൽപ്പിച്ചു. അയാൾ എന്നെ പല കഷ്ണങ്ങളാക്കി വെട്ടി പിന്നെ തുന്നിച്ചേർത്തു. അങ്ങനെ കൊടിയ പീഡനം അനുഭവിച്ചു കൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പോഴിതാ ആകാശത്തുമല്ല ഭൂമിയിലും അല്ലാത്ത വിധം കെട്ടിത്തൂക്കിയിരിക്കുകയാണ്. എന്നെ ഒന്ന് അഴിച്ചുവിടാൻ പറയൂ. എനിക്കിനിയും ഈ പീഡനം സഹിക്കാനാവുന്നില്ല. തിരശ്ശീലയുടെ സംസാരം കേട്ട് അത്ഭുതപ്പെടുകയും പരിഭ്രമിക്കുകയും ചെയ്ത പേശാമടന്ത വേഗം തന്നെ തിരശ്ശീലയുടെ കെട്ടഴിക്കാൻ ആവശ്യപ്പെട്ടു. ഒരു തോഴി വന്ന് തിരശ്ശീലയെ ബന്ധനമുക്തമാക്കി. അങ്ങനെ തനിക്കെതിർവശത്തിരുന്ന അമ്മയെയും മകളെയും വിക്രമാദിത്യൻ കണ്ടു. പക്ഷേ അദ്ദേഹം നിരാശനായി.